ആകെ 24 മണിക്കൂറാണ് ഒരാൾ. ഈ 24 മണിക്കൂർ ഒരു പഴയ രീതി, ഒരു പഴയ പാറ്റേൺ വെച്ചിട്ട് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക. ഇതൊന്ന് മാറ്റിയിട്ട് ആ 24 മണിക്കൂറിനെ എങ്ങനെ 48 മണിക്കൂർ 100 മണിക്കൂറിന്റെ ഉപയോഗത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതിനെ കുറിച്ച് പലപ്പോഴും ആളുകൾ ചിന്തിക്കാറേയില്ല. ഗുഡ് മോർണിംഗ്, എനിഹൗ, വെൽക്കം ടു ഓൾ ടു ഓറഞ്ച് ആപ്പിൾ ഡിവിഷണൽ മാസ്റ്റർ. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ ഫോർ ബീങ് ഹിയർ. രണ്ട് അടുപ്പുള്ള സ്റ്റൗ വാങ്ങിയിട്ട് സ്ത്രീകൾ അടുക്കളയിൽ കത്തിക്കും. ഈ രണ്ട് പാത്രം വെക്കാവുന്ന അടുപ്പിൽ നിന്ന് 3 വെക്കുന്ന സ്റ്റൗ വാങ്ങിയൊരു കാലം ഓർമ്മ ഉണ്ടാവും. ഇതിനൊക്കെ തൊഴിച്ചുറത്തിരിക്കുന്ന വീട്ടമ്മമാർക്ക് അത് ഓർമ്മയുണ്ടാവും. 3 നിന്ന് അത് 4 മാറിയിട്ടുണ്ടാവും. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യം അതല്ല. ഈ രണ്ടടുപ്പുള്ള സമയത്ത് ഈ രണ്ടടുപ്പിൽ നിങ്ങൾ വല്ലതും വെച്ചിരുന്നോ, അതോ ഒരടുപ്പ് മാത്രമാണോ ഉപയോഗിച്ചത്? പല വീടുകളിലും പോകുന്ന സമയത്ത് മൂന്നാമതൊരടുപ്പുള്ള സ്റ്റൗ കാണുമ്പോൾ 3 നമുക്ക് വേണമെന്ന് തോന്നി, മൂന്നാമത്തത് കണ്ടുപിടിച്ചു വാങ്ങി, 2 മൂലയിലേക്ക് വലിച്ചെറിഞ്ഞ് മൂന്നാമത്തേലേക്ക് നമ്മൾ കടന്നപ്പോൾ ആക്ച്വലി ആ 3 അടുപ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. മൂന്നൊക്കെ അവിടെ നിൽക്കട്ടെ, 3 ഇല്ല, 4 അങ്ങനെ 4 ഹോബുകൾ ഇറങ്ങി. അങ്ങനെ ഈ 4 ഹോബ് ഇറങ്ങിയിട്ട് 4 ഗ്ലാസ് ഉള്ള നല്ല അടിപൊളി അടുപ്പുള്ള സ്റ്റൗ വേണമെന്നായിരുന്നു ചിന്ത. ഈ 4 കത്തിക്കാൻ പറ്റുന്ന അടുപ്പ് കൊണ്ടുവന്ന് വെച്ച് ഫിക്സ് ചെയ്ത അടുക്കളയിൽ അതിനൊക്കെയുള്ള കോസ്റ്റ് ഒക്കെ ചിലവാക്കി 10,000-15,000 രൂപ ചിലവാക്കിയിട്ട് കൊണ്ടുവന്നു. ചോദ്യം ഇതാണ് വീണ്ടും, ഈ 4 അടുപ്പും ഒരേ സമയം നിങ്ങൾ ഉപയോഗിച്ചു, പിന്നെ എന്തിനാ ഈ 4 അടുപ്പുള്ള ഈ സ്റ്റൗ വാങ്ങിക്കൊണ്ട് വെച്ചത്? പിന്നെ 5 ഹോബുള്ളത് വന്നു, 5 അടുപ്പുള്ള ഹോബുകൾ വന്നു. അതിന് മുകളിലേക്ക് നിൽക്കുന്നതിന് പകരം സ്ലാബിനടിയിലേക്ക് ഇറക്കി വെക്കുന്നത് വന്നു. ഇതേ ചോദ്യം തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. ഇതെല്ലാം ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റിയോ, ഉപയോഗിച്ചോ എന്ന്. നേരത്തെ അടുപ്പ് മാത്രമായി നിൽക്കുകയും അതിനകത്ത് കുഞ്ഞു വിറകുകൊള്ളികൾ വെച്ച് ഊതി കത്തിച്ച് ചൂടാക്കി എടുത്തു കൊണ്ടുവന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് തീ കത്തിക്കുന്ന ഇത്തരത്തിലുള്ള അടുപ്പുകളും ചിമ്മിനികളൊക്കെ ഇത്തരത്തിൽ മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ട് അതിപ്പോഴും നമ്മൾ അന്ന് ചെയ്യുന്ന അതേ രീതിക്ക് അപ്പുറത്തേക്ക് ഒരു മാറ്റം ഒരാൾക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിലേ ഒരടുപ്പിന് 2 അടുപ്പും 3, 4, 5 അടുപ്പ് ഒരേ സമയം ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ 24 മണിക്കൂറിനെ 5 ഇരട്ടിയായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ഉദാഹരണത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അതല്ല ഇപ്പോഴും ഒരു കോർണറിൽ ഒരടുപ്പ് മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ എന്നെങ്കിൽ നമ്മളൊരു വലിയ ഹ്യൂജ് ഫെയിലിയറാണ്. മനുഷ്യന്റെ മടിയാണ് മനുഷ്യന് ഇത്തരത്തിലുള്ള വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുന്നത്. മൃഗങ്ങൾക്ക് ടെക്നിക്കലി മടിയില്ല, മനുഷ്യനാണ് ടെക്നിക്കലി മടി കൂടുതൽ. ആ മടി മനുഷ്യനെ മികച്ച കണ്ടുപിടുത്തങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും മനുഷ്യന്റെ സൂത്രങ്ങളും മടി കൂട്ടാനുള്ള കാര്യങ്ങളും ചിന്തകളും അവസാനിപ്പിച്ചിട്ടൊന്നുമില്ല. ഒരുപാട് ഉദാഹരണങ്ങൾ പറയാം. എന്റെ ചോദ്യം, തന്റെ സമയത്തിന്റെ യൂട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ കിട്ടിയ ചാൻസ്, 3.5 മണിക്കൂർ എടുക്കും അടുക്കളയിലേക്ക് ഒരു സ്ത്രീ കയറി 2 നേരത്തേക്കുള്ള ഭക്ഷണം ഒരുമിച്ച് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് 5:30, 6:30 ഉണ്ടാക്കിയാണ് പുറത്തിറങ്ങുമ്പോഴേക്ക് 2, 3, 4, 5 അടുപ്പ് വന്നതിന് ശേഷം അതിന്റെ സമയം കുറഞ്ഞിട്ടില്ല എങ്കിൽ എവിടെയൊക്കെയോ ഫോൾട്ട് ഉണ്ട്. നമ്മൾ ചില പാറ്റേണുകൾ ചേഞ്ച് ചെയ്യാൻ തയ്യാറായിട്ടില്ല എപ്പോഴും. അപ്പൊ അതിന് പകരം പാറ്റേണുകൾ ചേഞ്ച് ചെയ്യാൻ തയ്യാറാവണം. എഞ്ചിനീയറെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ അടുപ്പ് ഇങ്ങനെ ഈ സൈഡിൽ കൊണ്ടുപോയിട്ട് 4 അടുപ്പുള്ള സാധനം വെച്ചിട്ട് അപ്പുറത്തുള്ള അടുപ്പ് ഇങ്ങനെ യൂസ് ചെയ്യും കറക്റ്റായിട്ട്. അതിനെന്താ കുഴപ്പം? ഇതല്ലേ രീതി. നിങ്ങൾ പലരും അങ്ങനെ സംസാരിച്ചു നോക്കിയിട്ടുണ്ട്. പുള്ളിയോട് ചോദ്യം ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോ അടുക്കളയുടെ നടുക്കിലേക്ക് ഒരു സ്ലാബ് സെപ്പറേറ്റ് കൊണ്ടുവന്നിട്ട് ആ നടുവിൽ കൊണ്ടുവന്നിട്ട് ആ അടുപ്പ് വെച്ചാലാണ് 4 സൈഡിൽ നിന്നും 3 സൈഡിൽ നിന്നും ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പുള്ളിയോട് വാശി പിടിച്ച ആ അടുപ്പ് അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ അത് ഉപയോഗിക്കുന്ന എത്ര ആളുകൾ വീട്ടിലുണ്ടോ എല്ലാ ആളുകൾക്കും ഒരേ സമയം അടുപ്പ് എല്ലാ ഭാഗത്തും ഉപയോഗിക്കാൻ പറ്റാവുന്ന രൂപത്തിലേക്കായി.
അപ്പൊ യൂട്ടിലൈസേഷനും യൂട്ടിലിറ്റിയും അതേപോലെ ക്വാളിറ്റി യൂട്ടിലൈസേഷനും പ്രാക്ടിക്കലി നമ്മൾ ഡെവലപ്പ് ചെയ്യാതെ ആരെങ്കിലും ഫോളോ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഒരുപാട് കാലം നമ്മൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്തേ പറ്റൂ എന്നുള്ള ദുരന്തപൂർണമായിട്ടുള്ള ചിന്തയിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ 2025 ഇനിയും വീണ്ടും നമ്മളെ പുറകോട്ട് കൊണ്ടുപോകും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് ഒരു ടെക്നോളജിയെങ്കിലും നമ്മൾ ഒരു ദിവസം സ്വായത്തമാക്കാൻ ഒരു വർഷമെങ്കിലും നമ്മൾ എടുത്തിട്ട് ഒരു പുതിയ ടെക്നോളജിയിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ മോഡേൺ പാരന്റിങ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് പാരന്റിങ്ങിൽ അല്ലെങ്കിൽ പോസ്റ്റ് കോവിഡ് പാരന്റിങ് അല്ലെങ്കിൽ കറണ്ട് പാരന്റിങ്ങിൽ നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ഫെയിലിയർ പാരന്റ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. പാരന്റിങ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കളോ ഗ്രാൻഡ് പാരൻസോ ഒക്കെ ആയിട്ടുള്ള രീതിയിൽ അഡ്വാൻസ്ഡ് പാരന്റിങ്ങിലേക്ക് നമ്മൾ കിടക്കണം. പാരന്റിങ് ആർക്കും സാധിക്കില്ല. അച്ഛനും അമ്മയും ആവാൻ ഒരു പക്ഷേ എല്ലാവർക്കും സാധിച്ചേക്കാം. അച്ഛനും അമ്മയും ആവലല്ല പ്രധാനം, റിയൽ പാരന്റ് ആവലാണ് പ്രധാനം. അപ്പോൾ എവിടെയൊക്കെയാണ് നമ്മൾ പഴയ ചിന്തയും ചിന്താരീതിയും ചിന്താഗതിയും ആ പഴഞ്ചൻ രീതിയും ആചാരവും ഒക്കെ വെച്ച് നമ്മൾ നമ്മളെ തന്നെ ഒന്നുമല്ലാതാക്കിയിട്ടും 2025 എന്ന് പറയുന്ന കലണ്ടർ മറിച്ച് പുതിയത് വെച്ചിട്ടും പുതിയ മാസത്തിലേക്ക് നമ്മൾ മാറിയിട്ട് പോലും ആലോചിച്ച് നോക്കൂ, ഒരു മാസം കഴിഞ്ഞു അടുത്ത മാസത്തിലേക്ക് എത്തി, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് 3-ാമത്തെ മാസത്തിലേക്ക് ഇങ്ങെത്തും. ഇതൊക്കെ പറഞ്ഞു തീരുമ്പോഴേക്ക് അടുത്ത വർഷം എത്തും. വാട്ട് ഹാപ്പൻ ഇൻ മീ, എന്ത് ചേഞ്ച് എന്നിലുണ്ടായി? ദ റിയൽ യൂട്ടിലൈസേഷൻ ഓഫ് ടൈം സംഭവിച്ചോ ഒന്ന്. നമ്പർ 2, കുഡിൻ as multiply our time, നമ്മുടെ ടൈമിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിച്ചോ? നമ്പർ 3, am I still in the same pattern of old book or old school? പഴയ രീതിയിലുള്ള അതേ ചിന്താഗതിയും അതേ രീതിയും അതേ പാറ്റേണും തന്നെയാണോ എൻ്റെ കയ്യിൽ ഇപ്പോഴുള്ള കയ്യിലിരിക്കുന്നത്? അതല്ല, ഞാൻ ഇതിനപ്പുറത്തേക്ക് ഒരു വലിയ സംഭവമാവണമെന്നുണ്ടെങ്കിൽ ഫോക്കസ് ഇൻ 2025 സം ഏരിയാസ്. നമ്മളെ കഴിഞ്ഞ ദിവസം ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു. സമയത്തെക്കുറി വളരെ ഫലവത്തായ രൂപത്തിലേക്ക് ഉപയോഗിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ശീലിക്കുകയും ചെയ്യാത്തിടത്തോളം കാലം മറ്റൊരാളത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്കത് മനസ്സിലാവില്ല, അറിയില്ല. ക്ലാസ് എടുക്കലും പറയലും ഒക്കെ വേറെയാ. അത് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അത് ചെയ്തു നോക്കിയിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുമ്പോൾ ഉണ്ടാവുന്ന അഡ്വാൻറ്റേജ് വളരെ മനോഹരമാണ്. ഓരോന്നും ചെയ്തു നോക്കി പ്രാക്ടീസ് ചെയ്ത് 2025 പുതിയ പ്രാക്ടീസുകൾക്ക് പുതിയ ചെയ്തുകൾക്കുള്ള ഒരു വർഷമാവണം. പഴഞ്ചൻ രീതികളൊക്കെ വലിച്ച് ആ പൊട്ടിപ്പൊളിഞ്ഞ ചിന്തകളെയും സംസ്കാരങ്ങളെയൊക്കെ വലിച്ചെറിഞ്ഞ് മികവോട് കൂടി ചിരിക്കാനും മികച്ച രൂപത്തിൽ ആളുകളെ അപ്രിഷിയേറ്റ് ചെയ്യാനും മികച്ച രൂപത്തിൽ ആളുകളെ അഭിനന്ദിക്കാനും എല്ലാ ആളുകളെയും തുല്യമായി കാണാനും മനുഷ്യരൊക്കെ സ്നേഹിക്കാനും ഒക്കെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പുതിയ വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും ഒക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റിയാൽ 2025 വളരെ മനോഹാരിത ഉണ്ടാവും. മനോഹരമായ 2025 പോവാതെ ഇതും കേട്ട് രാവിലെ വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ പോകുമ്പോൾ നമ്മൾ ഒന്നുകൂടി തിരിഞ്ഞു നിന്ന് ഇരുത്തി ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഞാൻ ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ? എനിക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതില്ലേ? ഉണ്ടായേ പറ്റൂ. ആ ചിന്തകൾക്ക് നമ്മളുടെ വലിയ മാറ്റങ്ങൾ തിരികൊളുത്താൻ സാധിക്കും. ആ നവജീവനുള്ള ഈ ഒരു ചൈതന്യമുള്ള ചിന്തകളിലേക്ക് നമ്മളെ മനസ്സിനെ മാറ്റാൻ 2025 ഈ ഫോക്കസിൽ, ഈ ഇയർ ഓഫ് ഫോക്കസിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പുതിയ ഡ്രീം, പുതിയ സ്വപ്നങ്ങൾ, പുതിയ ഗോൾസ്, പുതിയ ലക്ഷ്യങ്ങൾ, പുതിയ പ്ലാൻസ്, പുതിയ പദ്ധതികൾ, പുതിയ ആക്ഷൻസ്, പുതിയ പ്രവൃത്തികളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഐ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് ഗോഡ് ബ്ലെസ്. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. Thank you so much. Thank you. Thank you. സന്തോഷം. Thank you. Thank you.